സ്ലൈഡ് എടുത്തിട്ടുള്ള അത് ചെറുതായിട്ട് വെച്ചു. ഹലോ, ഇന്ന് ആകെ തിരക്കുള്ളൊരു ദിവസമായിരുന്നേ. നമ്മൾ വെളുപ്പിന് തന്നെ വർക്ക് തുടങ്ങി. 2 കല്യാണ പാർട്ടിക്കാരും അവരുടെ ബന്ധുക്കളെയും ഒക്കെ സാരി ഉടുപ്പിക്കണം. ആകെ 11 പേർക്ക് സാരി റെഡിയാക്കണം. 10 പേരെ ഉടുപ്പിക്കണം. ഒരാൾക്ക് പ്രീ പ്ലേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്ന്. അപ്പം ഈ മോളാണ് ആദ്യം വന്നത്. ഇവർക്ക് പിന്നെ ഒരുങ്ങാൻ വരുന്നുള്ളൂ. രാവിലെ ത്രെഡ് ചെയ്യാനായിട്ട് വന്നതാണ്. മോള് വന്നപ്പോൾ എൻ്റെ അസിസ്റ്റൻസ് ഒന്നും ഇല്ലായിരുന്നു, ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ വയ്യ റേഡിയോയിൽ പാട്ടൊക്കെ കേട്ട് സുഖമായിട്ട് ഒരു സുഖമുള്ള കാര്യമാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടം ഈ റേഡിയോയിൽ പാട്ട് കേട്ടോണ്ടിരിക്കുക എന്നുള്ളത്. അങ്ങനെ പാട്ടൊക്കെ കേട്ട് ഞങ്ങൾ വർക്കൊക്കെ കഴിഞ്ഞ് വിട്ടു. അപ്പോഴേക്കും നമ്മുടെ കല്യാണപ്പെണ്ണിങ്ങെത്തി. ഇതാണ് നമ്മുടെ കല്യാണപ്പെണ്ണ് ജിനി മോള് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് എല്ലാവരും വന്നു തുടങ്ങി. ആകെ തിരക്കായി. പിന്നെ ഒരു 11 മണി കഴിഞ്ഞു ഞങ്ങൾ ഒന്ന് ഫ്രീ ആയപ്പോഴേക്കും. ഫ്രീ ആയെന്നൊന്നും പറയാൻ പറ്റില്ല. 11 മണിയായപ്പോൾ ഞങ്ങളെല്ലാം അവിടെ ഇട്ട് പെറുക്കി ഒന്ന് എടുത്ത് വെക്കാൻ പോലും വയ്യാതെ ഞങ്ങൾ 3 പേരും അവശരായി. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ് പോയി കാപ്പിയൊക്കെ കുടിച്ചിട്ടൊന്ന് ഇരുന്നതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ അടുത്ത വർക്കിലേക്കൊക്കെ കയറിയത്. വർക്കിൻ്റെ ബുദ്ധിമുട്ടിനേക്കാളും കൂടുതൽ ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ടെൻഷൻ, നമുക്ക് ഇത്രയും പേരെ ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുമോ, ആർക്കും സമയത്ത് പോകാൻ പറ്റാതെ വരരുത്, അങ്ങനെ ഉള്ള ടെൻഷനെല്ലാം കയറിയിട്ടാണ് നമ്മൾ ഇത്രയും അവശരാകുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അതിന് ശേഷം അവർ സന്തോഷത്തോടുകൂടി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മനസ്സുഖം അതെത്ര പറഞ്ഞാലും മതിയാകില്ല. എല്ലാവരും ചിരിച്ച മുഖത്തോടുകൂടി ഇവിടുന്ന് പോകുമ്പോഴാണ് നമ്മുടെ ആ വർക്കിൽ നിന്ന് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടൊരു മേഖലയാട്ടോ ഇത്. ശരിക്കും ഇതൊരു ജോലിയായിട്ട് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. എനിക്കൊരു പാഷനാണിത്. ഇങ്ങനെ ഓരോരുത്തരെ ഒരുക്കുക, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരെ റെഡിയാക്കി വിടുക എന്നുള്ളതൊക്കെ എനിക്ക് വളരെ സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഒരു ബുദ്ധിമുട്ടല്ല, പക്ഷേ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാനും ഒരു അനുഗ്രഹം നമുക്ക് കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷം. അപ്പോൾ ഇവരൊക്കെയാണ് ഇന്ന് ഒരുങ്ങാൻ വന്ന എൻ്റെ സുന്ദരികൾ. അതിൽ എല്ലാവരെയും തന്നെ കിട്ടിയിട്ടുണ്ടോ എന്ന് തന്നെ എനിക്കറിയത്തില്ല. തിരക്കിനിടയിൽ പലപ്പോഴും ഞങ്ങൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇനി അവരുടെ ഒരുക്കങ്ങളും വിശേഷങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് കാണാം.
നമ്മുടെ കല്യാണപ്പെണ്ണിൻ്റെ സാരിയും മുടിയും മേക്കപ്പും ഒക്കെ കഴിഞ്ഞു. ഇനി ആ മാല കൂടി ഒന്ന് അറേഞ്ച് ചെയ്തിട്ടിരുന്നാൽ നമുക്ക് ഈ പെൺകുട്ടിയുടെ വർക്ക് കംപ്ലീറ്റ് ആവും. ഇതാണ് ഈ മോളുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇവരൊക്കെയാണ് ഞാനിന്നൊരുക്കിയ 10 സുന്ദരികൾ. അപ്പോൾ ഇവരെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.